ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കളർ പേപ്പർ വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു വാൾ ഡെക്കറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റെഡ് കളർ A4 ഷീറ്റ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് പകുതിയാക്കിയിട്ടൊന്ന് ഇങ്ങനെ മടക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് 2 പീസ് കിട്ടി കഴിഞ്ഞിട്ട് ആ ഒരു പീസ് വീണ്ടും ഇതുപോലെ തന്നെ പകുതിയാക്കിയിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്യാണ്. അപ്പം ഞാൻ ആ ഒരു സൈസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് A4 ഷീറ്റ് എടുത്തിട്ട് ആദ്യം ഒരു ഭാഗം മടക്കി പിന്നീട് വീണ്ടും മടക്കിയിട്ടുള്ള ഒരു സൈസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സൈസിലുള്ള പേപ്പർ ആദ്യം ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പീസ് നമ്മൾ ഇതുപോലെ അങ്ങനെ പകുതിയാക്കിയിട്ടൊന്നിങ്ങനെ മടക്കിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിൽ ഒന്ന് സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊരു ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പകുതിയാക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ടുള്ളൊരു ഹാർട്ട് ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കുന്ന സമയത്ത് 2 സൈഡിലേക്കും നമുക്ക് ഒരേ സൈസിൽ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഹാർട്ട് ഷേപ്പിൻ്റെ നടുക്ക് ഭാഗം ഇങ്ങനെ കുറച്ചൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാടല്ല, ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 സൈഡിലേക്ക് ഇങ്ങനെ ഫ്ലിപ്പായിട്ട് കിട്ടുമല്ലോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ അകത്തുള്ള ഒരു ഭാഗം വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ 2 സൈഡിലോട്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പീസിന് ലെഫ്റ്റ് സൈഡിലേക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ ഫോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റിലും ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഭാഗത്ത് കുറച്ചൊന്നിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ 2 ഫോൾഡില്ലേ ആ 2 ഫോൾഡും കൂടെ ഒന്ന് ഒരുമിച്ച് വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ സമയത്ത് നമുക്ക് നല്ലൊരു ഹാർട്ട് ഷേപ്പായിട്ടാണ് കിട്ടുക. നല്ലൊരു ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ സാധാരണ ഇങ്ങനെ പേപ്പർ കൊണ്ട് ഇങ്ങനെ ഹാർട്ട് ഷേപ്പൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പരന്നിരിക്കുന്ന രീതിയിലാണല്ലോ കിട്ടുക. പക്ഷേ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 3D ടൈപ്പിലൊരു ഹാർട്ട് ഷേപ്പായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് നല്ലൊരു ബീറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് നല്ല ഭംഗിയുള്ള ഒരു ഹാർട്ട് ഷേപ്പിലായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മളിതിങ്ങനെ കുറേ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. നമ്മളിങ്ങനെ വലിയ ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ, വേസ്റ്റ് പേപ്പർ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മളിതുപോലെ ഇങ്ങനെ ചെറിയ ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ആ ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മളിങ്ങനെ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നടുക്ക് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 2 സൈഡിലേക്കും ചെറുതായിട്ടൊരു ഫോൾഡ് കൊടുക്കുക. എന്നിട്ട് ആ 2 ഫോൾഡും കൂടെ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല സ്മോൾ സൈസിലുള്ള ഹാർട്ട് ഷേപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് അത്രയും എണ്ണം നമ്മൾ വലുതും ചെറുതും പിന്നെ അതിൻ്റെ ഒരു ഇടയ്ക്കുള്ള സൈസിലൊക്കെ നമ്മളൊന്നിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ ഞാനിവിടെ ഒരു 4 സൈസിൽ ഇങ്ങനെ കുറച്ച് ഹാർട്ട് ഷേപ്പൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു വേസ്റ്റായിട്ട് വന്നിട്ടുള്ള ആ പേപ്പറിൽ നിന്നൊക്കെ ചെറിയ ചെറിയ ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ. ഇപ്പോൾ ഇങ്ങനെ നല്ലൊരു 3D ആയിട്ടുള്ളൊരു ഹാർട്ട് ഷേപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളതൊരു ചാർട്ട് പേപ്പറാണ്. അപ്പം ഞാനിതിങ്ങനെ വാളിലൊന്നിങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനാണ് ഞാൻ ഈ ചാർട്ട് പേപ്പർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാർട്ട് പേപ്പറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡോ അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് പേപ്പർ ഇങ്ങനെ കാർഡ്ബോർഡിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ നമുക്ക് ഒട്ടിക്കാൻ എത്ര സൈസിലുള്ള ഒരു ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ കാർഡ്ബോർഡോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഓരോ ഹാർട്ട് ഷേപ്പ് നമ്മളിങ്ങനെ ഫെവിക്കോൾ വെച്ചിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ ഹാർട്ട് ഷേപ്പിന് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു ചാർട്ട് പേപ്പറിലേക്ക് എവിടെയൊക്കെയാണോ ടച്ച് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഒരു നടുക്ക് ഭാഗത്ത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു 3D എഫക്റ്റിൽ ഉണ്ടാക്കിയതൊന്നും ശരിയാവില്ല, അതിങ്ങനെ പരന്നിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ മാത്രം ഒന്നിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കതുപോലെ ഒന്നിങ്ങനെ ചെരിച്ചിട്ട് ഒട്ടിക്കാം, നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചെറുതും വലുതും ഒക്കെ ആയിട്ട് നമ്മൾ പല സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് അങ്ങനെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വാൾ ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ ആ ഒരു ചാർട്ട് പേപ്പറിലൊന്നും ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വാളിൽ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഒരു ഹാർട്ട് ഷേപ്പിൽ തന്നെ ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ ആ ഒരു വലുതും ചെറുതൊക്കെ ആയിട്ട് ഇങ്ങനെ മിക്സ് ആയിട്ട് ചെയ്ത് കൊടുത്താൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആ ഒരു റെഡ് കളർ ഹാർട്ട് ഷേപ്പൊക്കെ ആകുമ്പോൾ നല്ല രസമുണ്ടാവും. നല്ലൊരു 3D എഫക്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു പേപ്പറിലേക്ക് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ റെഡ് കളറിന് പകരം പിങ്ക്, വൈറ്റ്, റെഡ് ഒരു 3 കളർ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതും വലുതായിട്ട് ഇങ്ങനെ ഹാർട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വാലൻറ്റൈൻ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു ഇത്. അപ്പോൾ അന്ന് റെഡി ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ അന്ന് വീഡിയോ എടുത്തിട്ട് പിന്നെ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു റെഡ് കളർ മാത്രം അന്ന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വാലൻറ്റൈൻ സ്പെഷ്യലായിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ റെഡ് കളറൊക്കെ ചൂസ് ചെയ്യാം. അല്ലാതെ വേറെ ഏത് കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കളർ പേപ്പർ റെഡ് കളറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വൈറ്റ് പേപ്പർ വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോട്ടിലായിട്ട് ചെയ്യാൻ ബോട്ടിലൊന്നും കയ്യിലില്ല, പിന്നെ അതുപോലെ വാൾ ഡെക്കറിന് പെയിൻ്റ് ഒന്നും കയ്യിലില്ല പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് കളർ പേപ്പറൊക്കെ വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഞാനതിങ്ങനെ ചെയ്തിട്ടുള്ളതാണ്.
ഇപ്പം ഞാനത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു ഹാർട്ട് ഷേപ്പൊക്കെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ അകത്തൊന്നും ഇങ്ങനെ ഒന്ന് പുറത്തോട്ടൊന്നും ഇങ്ങനെ ബൾജ് ചെയ്യുന്ന രീതിയിലൊന്നും ഇങ്ങനെ ശരിയാക്കി എടുത്താൽ മതി. ആ ചുളിവുകളൊക്കെ ഒന്ന് പോക്കിയിട്ട് അപ്പോൾ നല്ലൊരു 3D എഫക്റ്റിലുള്ള ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു വാൾ ഡെക്കറാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് പേപ്പറിൽ ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ അടുക്കുന്ന ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 2 സൈഡിൽ ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മാത്രം മതി. ഇനി നമുക്കിത് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മളുടെ പേപ്പർ വെച്ചിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി കുറച്ച് ടെസ്റ്റിമോണിയൽസ് ആണ്. ആദ്യത്തെ പിക്ക് അയച്ചെന്നത് സഫയാണ്. നമ്മൾ കാർഡ്ബോർഡ് മാത്രം വെച്ചിട്ടൊരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്തത്. അടുത്ത പിക്ക് അയച്ചെന്നത് 10th പഠിക്കുന്ന സജ്നയാണ്. നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് സിമ്പിളായിട്ട് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്തത്. അടുത്ത പിക്ക് അയച്ചെന്നത് നീതു ജോസഫാണ്. നമ്മൾ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചെന്നത് ഫാത്തിമ സെനയാണ്. നമ്മൾ കാർഡ്ബോർഡ് മാത്രം വെച്ചിട്ട് ഒരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല റെസ്പോൺസ് കിട്ടിയ വീഡിയോ ആയിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്തതായിട്ട് സഫ്വാന അയച്ചു തന്നത് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം വെച്ചിട്ട് ഒരു മിനിയേച്ചർ പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്തത്. അടുത്ത പിക്ക് അയച്ചത് അനുപ്രിയ പ്രദീപാണ്. നമ്മൾ ഫിംഗർ പെയിൻറ്റിംഗ് കൊണ്ട് ഒരു റോസ് പൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിലാട്ട്, അതാണ് ട്രൈ ചെയ്തത്. അടുത്തതായിട്ട് രാജേശ്വരി നത്തേഷൻ അയച്ചു തന്നത് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഒരു മിനിയേച്ചർ പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്തത്. അപ്പോൾ എല്ലാവരും നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ എന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. അതുപോലെ നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.